ഇതാണ് നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ മേളിൽ ക്ലിക്ക് ചെയ്യാനുള്ള കാരണം. അതായത് ഐക്യൂയുടെ ലേറ്റസ്റ്റ് ഐക്യൂ Z9s Pro 25,000 രൂപയുടെ താഴെയുള്ള പ്രൈസ് റേഞ്ചിലാണ് വരാൻ പോകുന്നത്. ഒരു ഐക്യൂ ഫോണിന്റെ ലുക്ക് ഉണ്ടല്ലേ, അതായത് ഐക്യൂ ഈ വർഷം കൊണ്ടുവന്ന അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണായ ഐക്യൂ 12ന്റെ ഏകദേശം അതേ ലുക്കുള്ള ഒരു ഫോൺ. എന്നാൽ ഞാനൊരു സീക്രട്ട് പറഞ്ഞു തരാം, ഇത് ഒരു ഐക്യൂ ഫോൺ അല്ല, മറിച്ച് നിങ്ങൾ ഇത് കണ്ടു നോക്കും. സോ ഈ ഫോണിനെ കുറിച്ച് ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ വാല്യൂ ഫോർ മണി ഓപ്പോ ഫോൺ എന്ന് പറയാൻ പറ്റും. അതേ രീതിയിൽ ഈ ഫോൺ ഒരു വാല്യൂ ഫോർ മണി വിവോ ഫോൺ ആണ്. എന്തുകൊണ്ട്, വൈ, ഈ വീഡിയോ ഫുള്ള് കണ്ടാൽ മനസ്സിലാവും. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ബോക്സിന്റെ ഉള്ളിൽ ഫോൺ, ട്രാൻസ്പെറന്റ് TPU കേസ്, ഡോക്യുമെന്റ്സ്, ഫാസ്റ്റ് ചാർജർ ആൻഡ് ടൈപ്പ് സി ചാർജിംഗ് കേബിൾ. 5500 mAh ഒരു വലിയ ബാറ്ററി ഉണ്ടായിട്ടും നല്ല സ്ലിം ഫോം ഫാക്ടറിലാണ് വരുന്നത്. 80 വാട്ടിന്റെ ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു ഓറഞ്ച് കളർ ഓപ്ഷൻ കൂടിയുണ്ട്. അതിൽ വീഗൻ ലെതർ ഉള്ളതുകൊണ്ട് അത് കുറച്ചും കൂടി തിക്കായിരിക്കും. പ്ലാസ്റ്റിക്കിൻ്റെ ബാക്കാണ് എന്നാണ് ഐക്യൂ പറയുന്നത്, പക്ഷെ നല്ലോണം പാക്ക് ചെയ്ത് ടൈറ്റായിട്ട് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഗ്ലാസിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്. വീഗൻ ലെതർ ആൻഡ് പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് വരുമ്പോൾ ഞാൻ നോർമലി ഈ വീഗൻ ലെതർ ഓപ്ഷനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫോണിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ബാക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, അതും അടിപൊളിയാണ്. യെസ്, ഇത് ലേശം ഗ്ലോസിയാണ്, ഷൈനിയാണ്. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ ഈ കാണുന്ന വൈറ്റ് മാർബിൾ ഫിനിഷ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കൈയുടെ സ്മഡ്ജസ് ആണെങ്കിലും പാടാണെങ്കിലും വൃത്തികേടാണെങ്കിലും ഒന്നും ഇവിടെ കാണാൻ കഴിയുന്നില്ല. സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. IP64 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് റേറ്റിംഗുമായാണ് വരുന്നത്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിൽ SD കാർഡ് ഇടാൻ പറ്റില്ല. പിന്നെ കർവ്ഡ് ഡിസ്പ്ലേ ഉണ്ട്, സ്ക്രീൻ പ്രൊട്ടക്ടർ വരുന്നുണ്ട്. അത് കണ്ടില്ലേ, നല്ല ക്വാളിറ്റി ഉള്ള 10-bit AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ നല്ലോണം ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ്, ആമസോൺ പ്രൈം, ഈവൻ നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ HDR വീഡിയോസ് കാണാൻ പറ്റും. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, പക്ഷേ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. സ്കോട്ട് സെൻസേഷൻ അപ്പിന്റെ ആണ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. നല്ല ഫാസ്റ്റ് ആയിട്ടും കറക്റ്റ് ആയിട്ടും വർക്ക് ആവുന്നുണ്ട്. ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. 4500 നിറ്റ്സിൻ്റെതാണ് പീക്ക് ബ്രൈറ്റ്നസ്. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് HBM ബ്രൈറ്റ്നസ്. അതും ഇവിടെ 1300 നിറ്റ്സിൻ്റെ ആണ് തന്നിരിക്കുന്നത്. പിന്നെ സ്ക്രീനിന്റെ മേളിൽ വെള്ളം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നനവുണ്ടെങ്കിൽ അത്യാവശ്യം ഈസി ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വലിയ ഇഷ്യൂ ഒന്നുമില്ല. പെർഫെക്റ്റ് ഒന്നുമല്ല, പക്ഷെ ഡീസന്റ് രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഞാൻ BGMA ഗെയിമിംഗ് ഒക്കെ ചെയ്ത് നോക്കിയിരുന്നു. യെസ്, 90 FPS വരുന്നില്ല, പക്ഷേ HDR ഗ്രാഫിക്സ് സെറ്റിംഗ്സിലും 60 FPS അൺലോക്ഡ് ആണ്. പിന്നെ നിങ്ങൾ കുറേ നേരം ഇരുന്ന് അടുപ്പിച്ച് ഗെയിമിംഗ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ സജഷൻ ആയിരിക്കും സ്മൂത്ത് 60 FPS ആയിരിക്കും ബെസ്റ്റ്. നല്ല സ്റ്റേബിൾ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത് ഫോർ ഷുവർ. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ അൾട്രാ ഗെയിം മോഡ് കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സ്പോർട്ട് മോഡ് സെറ്റ് ചെയ്തിട്ട് കോൾസും നോട്ടിഫിക്കേഷൻസ് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. മോൺസ്റ്റർ മോഡ് ആക്ടിവേറ്റ് ചെയ്താൽ ഫോണിന്റെ ഫുൾ പൊട്ടൻഷ്യൽ യൂസ് ചെയ്യാം. മോഷൻ കൺട്രോൾ, 4D ഗെയിം വൈബ്രേഷൻ, അതായത് ഐക്യൂ ഫോൺസിൽ വരുന്ന ഗെയിമിംഗ് ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്യുവർ ഗെയിമിംഗ് അല്ലെങ്കിൽ ഹെവി പെർഫോമൻസിന് വേണ്ടി ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്യാഷ് ആഡ് ചെയ്ത് പോക്കോ F6 അല്ലെങ്കിൽ റിയൽമി GT60 ഒക്കെ നോക്കുന്നതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. പക്ഷേ ഈ ഒരു ഫോണിന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന Qualcomm Snapdragon 7 Gen 3 ചിപ്സെറ്റ് നല്ലൊരു പെർഫോമൻസ് ആണ് തരുന്നത്. 8 lakhന്റെ മേലുള്ള ANTUTU സ്കോർ കിട്ടുന്നുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ഐക്യൂ വിവോ ഫോൺസിലുള്ള ഫൺ ടച്ച് ചോയ്സിനെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. ശരിയാണ്, ഇപ്പോഴും ആ ഒരു മോഡേൺ ലുക്ക് വന്നിട്ടില്ല. പക്ഷേ ആപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും ക്ലോസിംഗ് ആണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു ഫാസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. പിന്നെ ഇത് കണ്ടോ, ഫുൾ പച്ചയാണ്. അതായത് ഒന്നിന് പുറകെ ഒന്നായിട്ട് 3 times അടുപ്പിച്ച് ഞാൻ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് റൺ ചെയ്തിരുന്നു. 3ലും പച്ച ഗ്രാഫാണ് വന്നത്. 90% ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി കാണിക്കുന്നുണ്ട്. ഈ ത്രോട്ട്ലിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോണിലുള്ള CPU ഉണ്ടല്ലോ, അതിലിങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന ഒരു ടെസ്റ്റാണ്. സോ നല്ല സ്ട്രെസ് കൊടുക്കുന്ന ടെസ്റ്റാണ്. 3 തവണ അടുപ്പിച്ച് ചെയ്തിട്ടും 40 ഡിഗ്രി വരെ എത്തിയുള്ളൂ. അതും ചില സ്പോട്ടിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഫോണിൽ ഓവർ ഹീറ്റിംഗ് അല്ലെങ്കിൽ ഹീറ്റിംഗ് കാരണം ത്രോട്ട്ലിംഗ് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. ഗുഡ് ജോബ്. പിന്നെ 2 കാര്യങ്ങൾ മിസ്സിംഗ് ആയിട്ട് തോന്നി. നമ്പർ 1 ആണ് NFC-ക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് കൊടുത്തിട്ടില്ല. സെക്കൻഡ്, ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ഇവിടെ കിട്ടൂല. ഓക്കെ, ഒരു വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ഷെയർ ചെയ്യണം. ഫസ്റ്റ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് ആണ്, നിങ്ങൾ ഐക്യൂ അല്ലെങ്കിൽ വിവോയുടെ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ മിഡ് റേഞ്ച് ഫോൺ വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം സെറ്റപ്പ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ കാണുന്ന ബ്ലോട്ട്വെയർസ് ഒക്കെ എടുത്ത് ഡിലീറ്റ് ചെയ്തേക്കും. ഓക്കെ, കുറേ അനാവശ്യമായ ആപ്ലിക്കേഷൻസ് കാണാൻ സാധ്യതയുണ്ട്. എല്ലാം ഡിലീറ്റ് ചെയ്തേക്ക്. സെക്കൻഡ്, ഈ ഒരു ഹോട്ട് ആപ്പ് ഹോട്ട് ഗെയിംസ് കണ്ടോ, ഇതെടുത്ത് മാറ്റാൻ വേണ്ടി ഈ ആപ്പ് സ്റ്റോർ ആപ്ലിക്കേഷനിൽ കയറണം. കയറുമ്പോൾ സൂക്ഷിച്ച് കയറാവോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കുത്തിയാൽ ഇനിയും ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ആയി വരാൻ ചാൻസ് ഉണ്ട്. അതാ കണ്ടില്ലേ, മാനേജ്, സെറ്റിംഗ്സ്, ഈ 2 ഓപ്ഷൻസ് ടേൺ ഓഫ് ചെയ്തേക്കും. അതിനുശേഷം ഈ ആപ്പ് സ്റ്റോറിന്റെ നോട്ടിഫിക്കേഷൻസും സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേക്കാം. അല്ലെങ്കിൽ ഇഷ്ടം പോലെ നോട്ടിഫിക്കേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ ഇതിന്റെ 50 MP മെയിൻ ക്യാമറ വെച്ച് കുറച്ചധികം ഫോട്ടോസ് എടുത്ത് നോക്കിയിരുന്നു. 25,000 rupeesന്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. കളേഴ്സ് കൊള്ളാം, ഡീറ്റെയിൽസ് ഉണ്ട്, ഈവൻ സ്കിൻ ടോൺ ഇതാ കണ്ടില്ലേ, നല്ല സ്കിൻ ടോൺ കിട്ടുന്നുണ്ട്. അതായത് വിവോയുടെ ഒരു ഫോട്ടോ പെർഫോമൻസ് ഉണ്ടല്ലോ, ഈ വൈബ്രന്റും വാം ഫോട്ടോസ്, എക്സാക്ട്ലി അതേ പെർഫോമൻസ് ആണ് ഇവിടെയും കിട്ടുന്നത്. ഈ പ്രൈസിൽ ഞാൻ ടെലിഫോട്ടോ ക്യാമറ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല.
എന്നാൽ ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് വേണമെങ്കിൽ 2x പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ഡീസന്റ് ഫോട്ടോസ് കിട്ടുന്നുണ്ട്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. അൾട്രാ വൈഡ് ക്യാമറ പെർഫോമൻസ് എന്നെ സർപ്രൈസ് ചെയ്തു. കളേഴ്സ് ആണെങ്കിലും ഈവൻ ഡൈനാമിക് റേഞ്ച് കണ്ടില്ലേ, സ്കൈയിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. സോ ഗുഡ് അൾട്രാ വൈഡ് ക്യാമറ പെർഫോമൻസ്. ഈവൻ ലോ ലൈറ്റ് അല്ലെങ്കിൽ നൈറ്റ് പെർഫോമൻസ് നല്ലതാണ്. ഒരുപക്ഷെ ഈ ഫോൺ OIS സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഡീറ്റെയിൽസ് ഉള്ളതും പിന്നെ ഗ്രെയിൻസ് കുറവുള്ള ലോ ലൈറ്റ് നൈറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് കണ്ടോ, 2 ക്യാമറ ആയിട്ട് തോന്നുമെങ്കിലും ആക്ച്വലി 3 ക്യാമറകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്ന് ഐക്യു, 2024 25,000 രൂപയുടെ താഴെ വരുന്ന ഒരു ഫോണിൽ എന്തിനാണ് 2 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ക്യാമറ? ഒഴിവാക്കാമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് ഈ എക്സ്ട്രാ ക്യാമറ ഇഷ്ടമാണോ? അതായത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണെന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു ക്യാമറ നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ? താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ഓക്കെ, ഡീസന്റ് സെൽഫി ക്യാമറ പെർഫോമൻസ് ആണ് കിട്ടുന്നത്. അത്യാവശ്യം ലൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സ്കിൻ ടോൺ ഉള്ള സെൽഫി ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. ലൈറ്റ് കുറയുമ്പോൾ തീർച്ചയായിട്ടും സെൽഫി ഫോട്ടോസിന്റെ ഡീറ്റെയിൽസും കുറയും. സെൽഫി വീഡിയോ പെർഫോമൻസ് വളരെ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. കണ്ടില്ലേ, സ്റ്റെബിലൈസേഷൻ തന്നിട്ടില്ല. സോ നമ്മുടെ ഫേസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും എല്ലാം കടന്ന് കുലുങ്ങും. സോ നിങ്ങൾ ഈ ഒരു ഫോൺ വെച്ച് വ്ളോഗിങ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്യേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റേബിൾ 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ AI ഇറേസർ ടൂളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയിൽ നിന്ന് അനാവശ്യമായ ഓബ്ജക്ട്സ് ഒക്കെ ഇങ്ങനെ ഇറേസ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫോണിനെ ഒരു വിവോ ഫോൺ എന്ന് വിളിച്ചത്. കർവ്ഡ് ഡിസ്പ്ലേ, സ്ലിം ആൻഡ് ലൈറ്റ് വെയിറ്റ് ഫോം ഫാക്ടർ, ഫോണിന് ലുക്കിനും ഡിസൈനും നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. ബ്ലോട്ട്വെയർസും റെക്കമെൻഡേഷൻസും വരുന്നുണ്ട്. പിന്നെ ഈ ഫോൺ വരുന്ന പ്രൈസിൽ ഞെട്ടിപ്പിക്കുന്ന പെർഫോമൻസ്, ഞെട്ടിപ്പിക്കുന്ന ചിപ്സെറ്റ് ഒന്നും അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ നോർമലി വിവോ ഫോൺസിൽ വരുന്നത് പോലെ ഇവിടെയും ഒരു ഓൾറൗണ്ട് പാക്കേജ് ആണ് ഐക്യു തരാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതേ ഫോൺ വിവോയുടെ കീഴിൽ വന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 30,000 റുപ്പീസിന്റെ മേളിൽ പോയെന്നെ പ്രൈസ്. ഇതൊരു ഐക്യു ഫോൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 25,000 രൂപ താഴെ വാങ്ങിക്കാൻ പറ്റും. പിന്നെ കൂടെ വരുന്ന ഓഫർ ഒക്കെ ചേർത്ത് നിങ്ങൾക്ക് ഈസിലി ഈ ഒരു ഫോൺ 22,000 റുപ്പീസിൽ കിട്ടും. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ വിവോ ഈയിടെ ലോഞ്ച് ചെയ്ത ഒരു ഫോൺ ഉണ്ട്, വിവോ V40. ആ ഫോണും ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സ് ഒക്കെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് നിങ്ങളുടെ ഇന്നത്തെ ഹോംവർക്ക്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.